ബ്ലാക്ക്. എങ്ങനെ ഈ കഥാപാത്രത്തെ ലാലിങ്ങനെ ആവാഹിച്ചത്? വായിച്ചതല്ല, അത് പെട്ടുപോയതാ. അത് മലയാളത്തിൽ ഞാൻ വില്ലൻ ചെയ്യില്ല എന്ന് തീരുമാനമെടുത്തു. വേറെ ഒന്നുമില്ല, എൻ്റെ മോളപ്പോൾ സ്കൂളിൽ സ്റ്റാൻഡേർഡിൽ പഠിച്ചുകൊണ്ടിരിക്കും. ഏതൊരു പടം കണ്ടിട്ട് അവളുടെ കൂട്ടുകാരി ആരും ചോദിച്ചു, നിന്റെ അപ്പൻ ദുഷ്ടനാണല്ലേ എന്ന് ചോദിച്ചു. അവൾ വന്നിട്ട് വലിയ സങ്കടമായിട്ട് പറഞ്ഞു. അപ്പം അന്ന് ഞാൻ തീരുമാനിച്ചു വില്ലൻ ചെയ്യേണ്ട. അങ്ങനെ ഈ പടം ഇത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത പടമാണ് ബ്ലാക്ക്. രഘുവരനായിരുന്നു ക്യാരക്ടറിന് വേണ്ടി കാസ്റ്റ് ചെയ്തിരുന്നത്. ഷൂട്ടിങ്ങിൻ്റെ തലേദിവസം അദ്ദേഹം വേറെ എന്തോ പടത്തിൻ്റെ ഡേറ്റൊക്കെ പറഞ്ഞിട്ട് വന്നില്ല. അങ്ങനെ ആ സമയത്ത് എന്നോട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിൽ പ്രശ്നമാണ്, കുഴപ്പമൊന്നും. പിന്നെ രഞ്ജിത്തോ കൂടി വീട്ടിൽ വന്നിരുന്ന് സംസാരിച്ച് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ആവാഹിച്ചതല്ല, എൻ്റെ അടുത്ത് അടിച്ചേൽപ്പിച്ചതാണ്. അടിച്ചേൽപ്പിച്ചതാണെങ്കിലും അതിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഭാവങ്ങൾ, ആ തലങ്ങൾ, വികാര വിക്ഷോഭങ്ങൾ ഒക്കെ ഒരു അല്ലേ, അതിനൊരു വലിയൊരു പുതുമ കൊണ്ടുവന്നു. ഒരു വില്ലൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു, പക്ഷെ അതുവരെ നമ്മൾ കണ്ടിരുന്ന വില്ലിൽ നിന്നൊരു വ്യത്യാസം ഉണ്ട്. അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ലാൽ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ? ഇഷ്ടംമാര് ഇങ്ങനെ ചില അപൂർവ സന്ദർഭങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതെന്നല്ല ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. അതായത് ഇങ്ങനെ പറയണമെന്ന് ഞാൻ ലാലിനോട് പറഞ്ഞു. അത് നല്ല ടൈം വെച്ച് പറഞ്ഞു. ശബ്ദത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ, ഞാൻ ഒരിക്കൽ ട്രിവാൻഡ്രത്ത് എന്തൊരു പ്രോഗ്രാമിന് വേണ്ടി പോയതാണ്. അപ്പോൾ അവിടെ റിസപ്ഷനിൽ പുതിയൊരു ഹോട്ടലിൽ, അപ്പം താമസിക്കാണ്ട് ആദ്യം ഒരു പുതിയ ഹോട്ടലാണ്, അതുവരെ താമസിക്കുന്ന ഹോട്ടലല്ല. ചെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ താഴ്ന്ന റിസപ്ഷനിലെ പെൺകുട്ടി വിളിച്ചു, ലാൽ സാറല്ലേ? പിന്നെ അതെ. അയ്യോ സാറേ, ഞാൻ റിസപ്ഷനിലാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മറ്റേ. അപ്പോൾ നമുക്ക് ഇഷ്ടമായൊരു പെൺകുട്ടി, നല്ല ശബ്ദമൊക്കെ ഉള്ള. അപ്പം ഞാൻ അപ്പോൾ ഏത് പടം? അപ്പോൾ ഞാൻ ഏത് പടം എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പടത്തിൻ്റെ പേര് പറഞ്ഞാൽ മതി. ഞാൻ കുറച്ച് വിശദമായിട്ട് കുറച്ച് എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. അപ്പോൾ അവൾ തിരിച്ചു, അയ്യോ സിനിമയിൽ കേൾക്കുന്ന പോലെ തന്നെ ഒന്നും മനസ്സിലാണല്ലോ. ലാലിന് പരമാവധി മയമുള്ള ഭാഷയിലൊന്നും കൊഞ്ചിക്കൊഴഞ്ഞതാണ്. അവർക്കൊന്നും മനസ്സിലായില്ല. കണ്ണുനീരുണ്ടോ? അല്ലാതെ എനിക്ക് അവിടെ ഗ്ലേസ് ചെയ്താണോ? മേക്കപ്പിൻ്റെ എന്തോ പ്രശ്നമാണ്. അല്ല, കണ്ണീര് വരാൻ വലിയ വിഷമമൊന്നുമില്ലല്ലോ എളുപ്പമാണ് അല്ലേ? സങ്കടം വരുമ്പോഴല്ലാന്നേ ഉള്ളൂ. സങ്കടം വരുമ്പോ ഇല്ല. സങ്കടം വരുമ്പോ എന്താ ചെയ്യാ? ശരിക്കും തോന്നുന്നു മൊത്തം തെറ്റിക്കിടക്ക. ഭാര്യയോട് ദേഷ്യം വരുമ്പോ എന്താ ചെയ്യാ? കുറവാ എനിക്ക് മൊത്തം അങ്ങനെ ദേഷ്യം വരുന്ന ആളല്ല. ഇല്ല, ഭാര്യയോടൊന്നല്ല, മൊത്തത്തിൽ ആരോടും ദേഷ്യം വളരെ ചുരുക്കം സന്ദർഭങ്ങളിൽ ദേഷ്യപ്പെട്ട തന്നെയാണ് ഓർക്കുന്നില്ല. അങ്ങനെ സെറ്റിലൊക്കെ വേണ്ടി വരില്ല. കാരണം വെച്ചാൽ ഞാൻ അങ്ങനെ വളരെ ചുരുക്കം സമയത്ത് ഒന്ന് നോക്കുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ അതിന് ഭയങ്കര നമ്മുടെ രൂപം അങ്ങനെയാണല്ലോ. രൂപത്തിൻ്റെ മാത്രമല്ല, ഞാൻ അങ്ങനെ ദേഷ്യപ്പെടാത്തത് കൊണ്ടിട്ട്, ഞാൻ എപ്പോഴും തമാശ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കുന്ന ആളായതുകൊണ്ട് എന്താ എന്നൊക്കെ ചോദിച്ചാൽ തന്നെ അവർക്ക് ഓക്കെയാണ്. അത് ഭയങ്കരമായിട്ടുള്ള, അല്ലെങ്കിൽ അവരെ അല്പം കളിയാക്കിക്കൊണ്ടായിരിക്കും പറയാ, തമാശ കൂടി തമാശ പറയും. അതൊക്കെ ഉണ്ട്. അതുകൊണ്ട് ദേഷ്യപ്പെടേണ്ട വരാറില്ല. എന്നെ പറഞ്ഞ് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ അടുത്ത് ചെന്ന് അടുത്തോട്ട് ബാരൽ പിടിച്ച് അടുത്ത നെഞ്ചിൽ തന്നെ പിടിച്ചിട്ട് ഞാൻ ഇയാളെ ടിഗറെ വിരലമർത്തുന്നതിന് മുമ്പ് ഞാൻ ഷൂ എന്നൊരു ശബ്ദം വെക്കി. അതോടൊപ്പം ഞാൻ പ്രസന്റ് ചെയ്തു, വെടി മാവ് വയ്ക്കും സിന്ദാബാദ്, വിപ്ലവം ജയിക്കട്ടെ. തലപ്പാവ് വീന്ദ്രപിള്ള. ഇദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, സംസാരിച്ചില്ല. ഈ കഥ കേട്ടോ? ശരിക്കും ഞാൻ എനിക്കെൻ്റെ ബുക്സും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നു, എൻ്റെ ഡീറ്റെയിൽസ് പഠിക്കാൻ. ഞാൻ പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യം, നിങ്ങൾ എടുക്കാൻ പോകുന്നത് ഒരു സിനിമ എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ ഒരു കഥ എന്നുള്ള നിലക്ക് പറഞ്ഞാൽ മതി. ആ കഥാപാത്രത്തിന് എന്തൊക്കെ പ്രത്യേകതയും കാര്യങ്ങളൊക്കെ നിങ്ങളത് പറഞ്ഞാൽ എന്താണ് അയാളെ ജസ്റ്റ്, അതല്ലാതെ ഒരു ജീവചരിത്രം പോലെ. പത്രവാർത്തകളിലൂടെ അതിൻ്റെ ഒരു ഗൗരവത്തെക്കുറിച്ച് ലാലിന് അറിയാമായിരുന്നു? വളരെ കുറച്ചറിയാം. പത്രമൊന്നും അങ്ങനെ വളരെ കൂലങ്കഷമായി വായിക്കില്ല അല്ല? കുറവാണ്. താല്പര്യമില്ലായ്മയാണോ? ആയിരിക്കും. അതേ സമയക്കുറവാണ്. ഞാനങ്ങനെ ശരി, ആ കാര്യത്തിലൊക്കെ വളരെ മോശമാണ്. ടി
ടി വി വാച്ച് ചെയ്യാം. ടി വി കാണും. ടി വി അതൊക്കെ പോട്ടെ, സിനിമയുടെ എന്താ പറയുക, വലിയ ക്ലാസിക്കുകളായിട്ടുള്ള സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സത്യം. അതുകൊണ്ട് കാര്യമായിട്ട് കോപ്പി അടിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ടല്ല അതുകൊണ്ടല്ല എന്തോ അതിന് ശ്രമിച്ചിട്ടില്ല ഞാൻ. എൻ്റെ ഒരു സ്വന്തം എൻ്റെ സ്പീഡ് തന്നെ വേറെയാണ്. അപ്പം അതുകൊണ്ടിട്ട് മിക്കവാറും ഈ ക്ലാസിക്കുകൾ എന്ന് പറയുന്ന സിനിമകളുടെ സ്പീഡുമായിട്ട് എനിക്ക് അങ്ങോട്ട് പൊരുത്തപ്പെടാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. താങ്കൾ പഴയ പുല്ലേപ്പടിക്കാരനാണ്. അതിൻ്റെ ആ വേഗത, അതിൻ്റെ ആ അല്ലേ, അതുണ്ട്, ഉറപ്പായിട്ടുണ്ട്. തലപ്പാവ് എനിക്കൊന്ന് ലാലിലെ നടനെ ഒരു ബഹുമതിക്ക് അർഹനാക്കിയത് തലപ്പാവ് എന്നുള്ള സിനിമയാണ്. സംസ്ഥാന ബഹുമതി ലാലിന് എടുത്തത്. ലാൽ വളരെ വെർസറ്റൈലായിട്ടൊരു ആക്ടറായി മാറുകയാണ്. തലപ്പാവും കൂടി തെളിയിച്ചു, അടിവരയിട്ടു. ഒരു തിരക്കഥ, സംവിധാനം, നിർമ്മാണം, വിതരണം ഇതെല്ലാം കഴിഞ്ഞ് അഭിനയത്തിൻ്റെ സമസ്ത തലങ്ങളിലേക്കും ലാൽ പ്രവേശിക്കുന്നു. എന്ത് വിനയലാലേത്, വിനയല്ല നാണോ വേറെന്നല്ലോ, ഇനി കുറേ ആളുകൾ കാണുമല്ലോ പ്രശ്നങ്ങളുണ്ട്. എന്നെ ഇരുത്തിക്കൊണ്ട് ഇവർ സ്വീപ്പാക്കുവാണെന്ന് അടങ്ങനെ വന്നോ? ഞാൻ സത്യം പറഞ്ഞില്ല. ലാലിൻ്റെ വേഷങ്ങൾ ഇഷ്ടപ്പെടാത്ത ആരാണ്? ലാൽ ഏത് വേഷം കൈകാര്യം ചെയ്താൽ ആ തലപ്പാവിലെ ആ വേഷത്തിൻ്റെ ആ വികാരപരമായിട്ടുള്ള അതിൻ്റെ സാന്ദ്രത. പക്ഷെ ആ സിനിമയെ ഏറ്റവും ഹൃദ്യമാക്കിയത്, അല്ലെങ്കിൽ പ്രേക്ഷകർ നെഞ്ചോട് ചേർത്ത് പിടിച്ചത് ലാലിൻ്റെ ആ ഭാവവിന്യാസങ്ങളിലൂടെയാണ്. ഒരു പക്ഷേ അതിൻ്റെ സംവിധാനം നമുക്ക് കൊണ്ടുവരേണ്ട സമയമായിരിക്കും. നമസ്കാരം ലാലേട്ടാ. 2 സിനിമകൾ നമ്മൾ ചെയ്തു, തലപ്പാവും ഒഴിമുറിയും. രണ്ടും ഞാൻ കംഫർട്ടബിളായിരുന്നു. ലാലേട്ടൻ കംഫർട്ടബിളായിരുന്നു എന്നുള്ളത് എൻ്റെ ഒരു രീതി എനിക്കറിയില്ല. പക്ഷേ എങ്കിലും ഞാൻ കംഫർട്ടബിളായിരുന്നു ലാലേട്ടനെ വെച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖവും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാനും പറ്റിയിട്ടുണ്ട്. എനിക്ക് ലാലേട്ടനെക്കുറിച്ച് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരുപാട് ഒബ്സർവ് ചെയ്യുന്ന, എല്ലാവരെയും വളരെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് വീട്ടുകാരോടുള്ളൊരു അടുപ്പം, കുടുംബത്തിലുള്ള ആളുകളോടുള്ള അടുപ്പം, സുഹൃത്തുക്കളോടുള്ള അടുപ്പം, ഇതെല്ലാം വളരെയധികം ശക്തമായ രീതിയിൽ തന്നെ കൊണ്ടു നടക്കുകയും ചെയ്യുന്നൊരു ആളായിട്ടോ എനിക്ക് ലാലേട്ടനെ തോന്നിയിട്ടുണ്ട്. സത്യത്തിൽ ഇത്രയും തിരക്ക് പിടിച്ചിട്ട് ഇത്രയും ആളുകളുമായിട്ട് ഇത്രയും മനുഷ്യന്മാരെ ഒന്നിച്ച് കൊണ്ടുപോകുമ്പോൾ ഇത് കൊണ്ടുപോകാനുള്ളൊരു കഴിവ് തീർത്തും ഒരു മനുഷ്യനെന്ന രീതിയിൽ അത്യാവശ്യമാണ്. ആളുകളെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യാനുള്ള ഈ കഴിവാണോ ലാലേട്ടനെ ഇതിനകത്ത് നിലനിർത്തുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആളുകളെ ഇങ്ങനെ എങ്ങനെയാണ് വാരുന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മധുവാലി ചോദിക്കാൻ. അല്ല, ഞാൻ എവിടെ ചെന്നാലും ഞാൻ ആരാണെന്നറിഞ്ഞ് അത്യാവശ്യം മര്യാദകൾ തന്നു കഴിഞ്ഞാൽ ഞാൻ എവിടെയും കംഫർട്ടബിൾ ആയിട്ടുള്ള ആളാണ്. എവിടെയും ഞാൻ വലിയ ആഗ്രഹങ്ങളില്ല. വലിയ ആഗ്രഹങ്ങളൊന്നും എനിക്ക് 5 സ്റ്റാർ ഹോട്ടലിൽ ഈ സ്യൂട്ട് റൂം കിട്ടണം അങ്ങനെയൊന്നുമില്ല. പക്ഷെ അത് ഇൻസൾട്ട് ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് ഓക്കെയാണ്. നമ്മളെ കൊണ്ടിട്ട് മുറിയാതാണെന്ന് കൊണ്ട് വിട്ടു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ പ്രശ്നമാകും. അപ്പം നമ്മൾ നോക്കുന്നുണ്ട്, പക്ഷെ അവരുടെ നിവൃത്തികേടാണ്. ഞാൻ എപ്പോഴും അവരുടെ വശത്ത് ചിന്തിക്കാനായിട്ട് ഞാൻ ചിന്തിക്കുന്നതാണ് എല്ലാവരുടെ കാര്യത്തിൽ. ആ ആംഗിളിൽ നിന്നിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ അതുകൊണ്ട് എനിക്ക് അധികം എനിക്ക് എൻ്റെ മനസ്സിൽ ശത്രുക്കളില്ല. ലഭിക്കേണ്ട റെസ്പെക്ട് കിട്ടണം, അത് കിട്ടണം, അതിനപ്പുറത്ത് വേണ്ടതാണ്. അത് വേണ്ട. പക്ഷെ ആ റെസ്പെക്ട് അവൻ പറയുന്നത് ഇങ്ങനെ കാരണങ്ങൾ കൊണ്ട് ഫുഡില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഓക്കെയാണ്, അല്ലെങ്കിൽ ഇന്ന് താമസിക്കാൻ റൂമില്ല എന്ന് പറഞ്ഞാലും ഓക്കെയാണ്, എല്ലാ കാര്യവും ഞാൻ ഓക്കെയാണ്. പക്ഷെ അത് പറഞ്ഞിരിക്കണം, കൃത്യമായിട്ട് പറയണം. എനിക്ക് തരുന്ന റെസ്പെക്ട് തന്നുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആളാണ്. എൻ്റെ ഏറ്റവും വലിയ മിടുക്കത് ഞാൻ ആ ആംഗിളിൽ നിന്ന്, അവൻ്റെ ആംഗിളിൽ നിന്ന് എന്നെ കാണുന്നു എന്ന് പറയുന്ന ആ ഒരു മിടുക്ക് എനിക്കുണ്ട്. നിരീക്ഷണ പാഠവം മധുപാൽ ഊന്നി 2 കാര്യങ്ങളാണ്. ഒന്ന്, അധികം ആൾക്കാരോടൊന്നും കലഹിക്കാൻ നിൽക്കില്ല, എല്ലാവരുമായിട്ടും ആ ഒരു കണക്ഷൻ ആഗ്രഹിക്കുന്നു, സൗഹൃദത്തിൻ്റെ തലത്തിലാണ്. 2, എല്ലാ ചെറിയ കാര്യങ്ങൾ പോലും ഒബ്സർവ് ചെയ്തിട്ട് അത് അഭിനയത്തിലേക്ക് പകർത്താൻ വേണ്ടിയുള്ള ഒരു ചാതുര്യം. ഈ 2 കാര്യങ്ങളാണ് ലാലിൽ കണ്ടത്. എനിക്ക് തോന്നുന്നു ലാലിൻ്റെ ചെറുപ്പകാലത്തുള്ള അപ്ബ്രിങ്ങിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. അല്ല, ഈ പകർത്തുക എന്നൊക്കെ പറയുന്നത് മറ്റുള്ളവരെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇതെൻ്റെ സ്വഭാവത്തിൽപ്പെട്ടതായിരിക്കും. ഇദ്ദേഹം അങ്ങനെ പറഞ്ഞ് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ മനഃപൂർവ്വം എന്നാൽ പകർത്തിക്കളയാം എന്നാർക്കും ചെയ്യാൻ പറ്റും. അങ്ങനെ പരിപാടി ഇല്ലാതായാലും കലഹിക്കാറില്ല. ഇന്നിപ്പോൾ ബ്രിട്ടാസിനെ കൂടി ഇരുന്നു, ഇന്ന് ബ്രിട്ടാസിൻ്റെ ചില ഭാവങ്ങൾ പകർത്തിയിട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മനഃപൂർവ്വമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അത് ചിലപ്പോൾ ശരിയായിരിക്കും, അങ്ങനെ ഉണ്ടാകുമായിരിക്കും. കലഹിക്കാറില്ലേ ലാലെ? എന്തോ കലഹിക്കാറില്ലേ?
തർക്കിക്കാറില്ല, ഇങ്ങനെ നല്ല ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കഥ വൈകുന്നേരം സായങ്കാലങ്ങളിൽ രണ്ടൊക്കെ അടിച്ച് വീലായിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കാറില്ലേ? ഞാൻ പറഞ്ഞ പകുതി ശരിയാണ്. എന്താണ്? ഏത് പകുതിയെങ്കിലും ഒരു പകുതി ശരിയാണ്. വരുന്നില്ല. അല്ല, ഒരു പകുതി ശരിയാണ്. ഇതാ ഞാൻ മറ്റേ മിക്കവാറും വഴക്കുണ്ടാകുന്ന റിസപ്ഷനിലെ പെണ്ണ് പറഞ്ഞ പോലെ ഒന്നും മനസ്സിലാവുന്നില്ല. അല്ല, ഒരു പകുതി ശരിയാണ് പറഞ്ഞത്. ഉണ്ട്, അത് പക്ഷെ പുറത്തല്ല. അതാണ് നമ്മുടെ സർക്കിൾ. മറ്റേ മദ്യപിക്കാറുണ്ടെന്നുള്ളതും വീലാറുണ്ടെന്നുള്ളതും വഴക്കുണ്ടാക്കാറുണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണ്. എൻ്റെ മകനായിട്ടാണ് മിക്കവാറും തർക്കങ്ങൾ ഉണ്ടാകുന്നത്. അവൻ്റെ ഒരുപാട് കാര്യങ്ങൾ, അവരുടെ രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അവൻ്റെ പ്രായത്തിൽ നിന്നിട്ടുള്ള ഓരോ കാര്യങ്ങൾ കാണുന്നത് ചിലപ്പോൾ എനിക്കത് ശരിയാണെന്ന് തോന്നില്ല. അപ്പോൾ എനിക്ക് പറയും, അതിൻ്റെ ഇടയ്ക്ക് നാൻസി ഉണ്ടാകും വഴക്ക് തീർക്കാനായിട്ട്. അത് മിക്കവാറും ദിവസങ്ങളിൽ നടക്കും. താങ്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശകൻ താങ്കളുടെ മകനാണോ? ആണെന്ന് പറയും. അതിനേക്കാൾ സ്ട്രോങ് ആയിട്ട് നാൻസി പറയും. ആണോ? ജീൻ പിന്നെ കുറച്ച് പോളിഷ് ചെയ്തൊക്കെ പറയും. കുറച്ച് മയം. അവൻ വിദേശത്തൊക്കെ പഠിച്ചുകൊണ്ട് പക്ഷേ എനിക്ക് കുറച്ച് സോഫിസ്റ്റിക്കേഷൻ കാണിക്കും. പക്ഷെ നാൻസി വളരെ ഭാര്യ പിന്നെ നമ്മളോട് ജീവിച്ചുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ലല്ലോ. എൻ്റെ കാര്യം ആവശ്യമില്ലല്ലോ. പക്ഷെ നല്ലത് ആണെങ്കിൽ അത് നല്ലതെന്ന് തന്നെ പറയും.